ഉത്തർപ്രദേശിൽ 5 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അമ്മയും കാമുകനും. റോഷ്നി, കാമുകൻ ഉദിത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. റോഷ്നിയുടെ ഭർത്താവ് ഷാരൂഖിന്റെ മേൽ കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടാനായിരുന്നു ഇരുവരുടെയും ശ്രമം. റോഷ്നിയുടെയും ഷാരൂഖിന്റെയും മകൾ സൈനയാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജൂലൈ 13-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുട്ടിയുടെ അച്ഛനായ ഷാരൂഖാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു റോഷ്നി ആദ്യഘട്ടത്തിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ മൊഴികളിൽ സംശയം തോന്നിയ പോലീസ് പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് റോഷ്നിയും ഉദിത്തും കുറ്റം സമ്മതിച്ചത്. കുഞ്ഞിന്റെ വായിൽ തുവാല തിരുകി കയറ്റി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. കുഞ്ഞിനെ കൊന്ന് കുറ്റം ഷാരൂഖിന്റെ തലയിൽ കെട്ടിവെച്ചാൽ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും ശല്യം ഒരുമിച്ച് തീരുമെന്നും തങ്ങൾക്ക് പിന്നീട് സുഖമായി കഴിയാമെന്നുമായിരുന്നു പ്രതികളുടെ കണക്കുകൂട്ടൽ. കൊലപാതകത്തിന് ശേഷം മയക്കുമരുന്ന് ഉപയോഗിച്ച യുവതിയും കാമുകനും കുട്ടിയുടെ മൃതദേഹത്തിനരികിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും രാത്രി മുഴുവൻ അവിടെ തന്നെ ചെലവഴിച്ചതായും പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവം നടന്ന ദിവസം ഷാരൂഖ് വീട്ടിലില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഉദിത് ഭക്ഷണവും മദ്യവും സിഗരറ്റുമായി അവിടെയെത്തി. റോഷ്നിയുമായി സമയം ചെലവഴിക്കുന്നതിനിടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ സൈന ഇരുവരെയും കണ്ടു. ഇത് മനസ്സിലാക്കിയ ഉടൻ റോഷ്നിയും ഉദിത്തും ചേർന്ന് കുഞ്ഞിനെ പിടികൂടി വായിൽ തുവാല തിരുക്കി. റോഷ്നിയാണ് കുഞ്ഞിന്റെ വായിൽ തുണി തിരുക്കിയത്. അതേസമയം ഉദിത്ത് കുഞ്ഞിന്റെ വയറ്റിൽ ചവിട്ടിപ്പിടിച്ചു. കുഞ്ഞിന്റെ അനക്കം നിൽക്കുന്നതുവരെ ഇരുവരും ഇതേ നില തുടർന്നു. കുഞ്ഞു മരിച്ചു എന്ന് ഉറപ്പായതോടെ ഇരുവരും കുളിച്ചു വന്ന് കുഞ്ഞിന്റെ മൃതദേഹത്തിനരികിലിരുന്ന് മദ്യപിച്ചു, സിഗരറ്റ് വലിച്ചു. ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങിയെന്നാണ് പ്രതികളുടെ മൊഴി. ചൊവ്വാഴ്ചയാണ് റോഷ്നി കുഞ്ഞു കൊല്ലപ്പെട്ടു എന്ന് പോലീസിനെ അറിയിച്ചത്. ഭർത്താവ് ഷാരൂഖ് കെട്ടിടത്തിന് പുറത്തുകൂടി വലിഞ്ഞു കയറി 4-ാം നിലയിലെത്തി വീടിനുള്ളിൽ കടന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നായിരുന്നു റോഷ്നി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് അടുത്തിടെ നടന്ന അപകടത്തിന്റെ ഭാഗമായി കാലിന് മാരകമായി പരിക്കേറ്റ ഷാരൂഖിന് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല, സമീപത്തെ CCTV-കളിലൊന്നും ഞായറാഴ്ച മുതലുള്ള ദൃശ്യങ്ങളിൽ ഷാരൂഖ് ഉണ്ടായിരുന്നില്ല. പിന്നാലെയാണ് പോലീസ് റോഷ്നിയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്തതും ഇവർ കുറ്റം സമ്മതിച്ചതും. 8 വർഷക്കാലമായി ഷാരൂഖിന്റെ സുഹൃത്തായിരുന്നു ഉദിത്. കുടുംബവുമായി അടുത്ത ബന്ധമാണ് ഇയാൾ പുലർത്തിയിരുന്നത്. കുഞ്ഞിനെ കൊല്ലുകയും ഭർത്താവ് ഷാരൂഖിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്താൽ പിന്നീട് തങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്നായിരുന്നു പ്രതികളുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ഏപ്രിൽ മുതൽ റോഷ്നിയും ഉദിത്തും ഇതിനായി തക്കം നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് ലക്നൌ വെസ്റ്റ് DCP വിശ്വജിത് ശ്രീവാസ്തവ വ്യക്തമാക്കി. മകൾ സൈനയ്ക്ക് തന്നോടൊപ്പം കഴിയാനായിരുന്നു ഇഷ്ടമെന്നും റോഷ്നിയാണ് അതിന് അനുവദിക്കാതിരുന്നതെന്നും ഷാരൂഖ് പറയുന്നു. 8 വർഷമായുള്ള സൗഹൃദമാണ് ഉദിത്തുമായി. ഉദിത് അങ്കിൾ എന്നാണ് സൈന അയാളെ വിളിച്ചിരുന്നത്. എന്നിട്ടും അയാൾ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നാണ് ഷാരൂഖ് പറയുന്നത്. റോഷ്നിക്കും ഉദിത്തിനുമെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം കൊലക്കുറ്റത്തിന് കേസെടുത്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു.